ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജി എന്താണെന്നുള്ളതാണ്. ഇമോഷണൽ ലോസ്, ബേസ് ചക്ര, അതോറിറ്റി, ഫേം ഫൗണ്ടേഷൻ, സോളാർ പ്ലെക്സസ് ചക്ര, സാക്രിഫൈസ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അതായത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഒരു എനർജിയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, തീർച്ചയായിട്ടും വളരെയധികം ഒരു നഷ്ടബോധം, വിഷമം, കുറ്റബോധം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഫീലിംഗ് വളരെ കയറി ഈ പേഴ്സൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. സിറ്റുവേഷൻ എനർജി ആയതുകൊണ്ട് ആ ഒരു പേഴ്സണെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി അവരുടെ ലൈഫിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അവിടെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസ് ചക്ര ആൻഡ് സോളാർ പ്ലെക്സസ് ചക്ര രണ്ടും ആ ഒരു ലോവർ ചക്രാസ് ആണ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൻ്റെ താളം തന്നെ തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡിൻ്റെ ഒരു സ്റ്റെബിലിറ്റി പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ എങ്കിൽ കൂടിയും അവരുടേതായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ പ്രാധാന്യം നമുക്ക് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന്, താല്പര്യത്തിന്, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ ആയിരിക്കാം ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടൊരു മാനസിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാം. ഒരു പക്ഷേ ഇമോഷണലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കോൾഡായിട്ട് അല്ലെങ്കിൽ റിജിഡായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവമായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ആരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അത്രയധികം ഒരു കളിചിരികൾക്കോ തമാശയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം എന്നില്ല. കുറച്ച് അവർ അവരുടേതായിട്ടുള്ള ഒരു ഷെല്ലിനകത്ത് നിൽക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടം അല്ലെങ്കിൽ ആ ഒരു വിഷമം പറഞ്ഞ് അവിടെ ഇരിക്കാൻ തയ്യാറല്ല എങ്കിലും അങ്ങനെയുള്ളൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം കൂടി ടേക്ക് കെയർ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എൻ്റെ മാത്രം കാര്യം നോക്കി അവിടെ ചുമ്മാ ഇരുന്നാൽ പോരാ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉള്ളതായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു വീക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും പുറമെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടുപോകണ്ട അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ അങ്ങനെ ഇരുന്ന് പോകണ്ട എന്നുള്ളൊരു എനർജിയും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കാണാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു മെൻ്റൽ സ്റ്റക്നെസ് നല്ലതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ സ്വന്തം ഇഷ്ടങ്ങളായിരിക്കാം, താല്പര്യങ്ങളായിരിക്കാം വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചതായിരിക്കാം. അപ്പോൾ അവർക്കൊരു നിലനിൽപ്പ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ കാലിടറി വീഴാനായിട്ട് ആ ഒരു പേഴ്സൺ തന്നെ അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെയിനും വിഷമവും ഉള്ളിൽ ഒരുപാടൊരു ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറമേ കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ.
അതിൽ ഒരു പരിധി വരെ ആളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ആൾക്ക് വേണ്ടപ്പെട്ട ഫാമിലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോയേ മതിയാവൂ എന്നുള്ള ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ അത്രയും ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. കുറച്ചൊരു ചിലപ്പോൾ ദേഷ്യം കാണിച്ചെന്ന് വരാൻ ചിലരാണെന്നുണ്ടെങ്കിൽ, ചിലർ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കും. ഒരു അത്രയും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഈ ഒരു പേഴ്സണെ ഈ സമയം തോന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവരുടെ ഒരു എനർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇവരുടെ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. ഇനി അതുപോലെ ഒരുപക്ഷെ ഈ ഒരു നഷ്ടം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പെയിൻ ആയിട്ട് അവർ അനുഭവിച്ചു ഉള്ളുകൊണ്ട് വിഷമിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഓർത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു പേഴ്സൺ ഒരു നഷ്ടപ്പെട്ടു പോയത് തിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഫേം ഫൗണ്ടേഷൻ ഉണ്ടാവാനായിട്ടുള്ളൊരു ആഗ്രഹം നല്ലതുപോലെ മനസ്സിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ ഭയങ്കര ഹറിബറിയായിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്തെന്ന് വരില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ പ്ലാനിങ് സ്റ്റേജിലും ആയിരിക്കാം. അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കൺസിഡർ ചെയ്ത് ഇതിനകത്ത് ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ ഒരു തരത്തിലാണ് പോകുന്നത്. മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും ആള് ഒരു സ്റ്റെബിലിറ്റിക്കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളൊരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടും. നിങ്ങളുടെ കാര്യത്തിലാണോ ആൾക്ക് ഈ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ ശ്രമിക്കാം. Five of Coins, Page of Wands, Moon, Six of Coins, Eight of Cups, High Priestess, Three of Cups, the Lovers, Two of Swords, Ten of Coins, Devil, Knight of Swords, Hierophant, King of Cups, Death, Knight of Wands and Six of Wands. ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു മൈൻഡ് സെറ്റും കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഓൾറെഡി അവരുടെ ഒരു സിറ്റുവേഷൻ എനർജി എടുത്തപ്പോൾ പറഞ്ഞു, അവർ ചില കാര്യങ്ങളിൽ വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ആ ഒരു വിഷമവും പെയിനും ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. പുറമേ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പുറമേ ചിലപ്പോൾ വളരെ അഡ്ജസ്റ്റഡ് ആയിട്ട് അവരുടെ റുട്ടീനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവാം. കാണുന്നവർക്ക് ചിലപ്പോൾ വളരെ ബോൾഡായിട്ട് തോന്നുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആ ഒരു പെയിൻ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു വിഷമമുള്ളത് എന്ന് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അശാന്തമായിട്ടിരിക്കുന്നുണ്ട്. മൈൻഡ് സെറ്റ് ഒട്ടും ഒരു ക്ലാരിറ്റി ഇല്ല. അവർ ഭയങ്കര വിഷമിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡബിൾ മൈൻഡ് വരുന്നുണ്ട്. ഒരു അൺസർട്ടനിറ്റി ഈ ഒരു പേഴ്സണെ പിടികൂടിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോഴാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഒരുപക്ഷെ തീർത്തും നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നേരത്തെ ആ ഒരു സ്പ്രെഡിൽ ആ ഒരു സാക്രിഫൈസ് എനർജിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയത് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ പ്രാധാന്യം കൊടുത്തതുകൊണ്ടായിരിക്കാം. സോ അതിൻ്റേതായിട്ടുള്ള ഒരു പെയിൻ നല്ലതുപോലെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറ്റാർക്കെങ്കിലും വേണ്ടി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കിട്ടി വരും. അതായത് നമുക്കത് പ്രിയപ്പെട്ടതായിരുന്നു, പക്ഷെ നമ്മൾ ചില സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ടാണ് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അപ്പോൾ അതോർത്ത് സൈലൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ദുഃഖം ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു, ഇടയ്ക്കെങ്കിലും അത് വേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ, ചെയ്ത കാര്യങ്ങൾ
സംഭവിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ വളരെയധികം ശരിയാണെന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലവേഴ്സ് എനർജിയൊക്കെ കാണാം. അത്രയും ഡീപ്പായിട്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു പ്ലേസ് ഉണ്ട്. പുറമേ അത് കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അകന്നു പോയിട്ടുണ്ടാവും, മറ്റൊരു കാര്യത്തിനായിരിക്കാം ചിലപ്പോൾ പ്രാധാന്യം കൊടുത്തത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ മനസ്സിനകത്ത് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിനകത്ത് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് അവരുടെ മൈൻഡ് ഒരുപാട് കൊതിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള ആ ഒരു സ്ഥാനം ചിലപ്പോൾ ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. നമ്മളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് സ്നേഹിക്കണം എന്നുള്ളത് അത് നമുക്ക് ആരോടും പറയേണ്ട ഒരു ആവശ്യമില്ല. ഈവൻ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പോലും എനിക്ക് അവരോട് സ്നേഹമുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അത് നമ്മളുടേതായിട്ടുള്ള ലോകമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവനവൻ്റെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെന്നുണ്ടെങ്കിലും സ്നേഹിക്കാം. അല്ലെങ്കിൽ ആരെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാം. അവർക്കതൊരു ഉപദ്രവമായി തീരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാർക്കും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിനകത്ത് അത്രയും ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആ ഒരു ചോയ്സ് എനർജിയും കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഇവരുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അപ്പോൾ അവരുടെ ഒരു ഹൃദയം അല്ലെങ്കിൽ അവർ മൈൻഡ് വോയിസ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുമ്പോൾ അവരുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് അവരെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ എത്തുമ്പോൾ ആ ഒരു പേഴ്സൺ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇങ്ങനെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരിക, നഷ്ടപ്പെട്ടു പോയതോർത്ത് വിഷമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് മനസ്സ് വെമ്പിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇപ്പുറത്ത് നിന്ന് അവരുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ അവർ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് അവർക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ആ ഒരു അൺസർട്ടനിറ്റി, ആങ്സൈറ്റി, ഫിയർ ഇതെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു മൈൻഡ് ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ആദ്യമേ നമ്മളുടെ മനസ്സിനൊരു ക്ലാരിറ്റി കിട്ടിയാൽ അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടിയാലായിരിക്കും നമുക്ക് പല ആക്ടിവിറ്റീസും ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ അതിനായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ അകത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ മൈൻഡ് ഒരുപാട് അസ്വസ്ഥമാകുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷൻസ് വിഡ്രോ ചെയ്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇന്നർ വോയിസ് നിങ്ങളെ ഒരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ച്, ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പുറമേ നിന്നൊന്നും നോക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും. പക്ഷെ നമ്മളുടെ മൈൻഡ് പ്രത്യേകിച്ച് ആ ഒരു സോൾ കണക്ഷനൊക്കെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടൊരു പ്രേരണ തരും. അല്ലെങ്കിൽ അവരെ വിട്ട് കളയരുതെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു അട്രാക്ഷൻ നമ്മുടെ മനസ്സിനകത്ത് തോന്നിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ്ലി മുറിഞ്ഞു പോയൊരവസ്ഥ അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കണക്ഷൻ അത്ര ഡീപ്പായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ പറയില്ലേ, ഒരു മിണ്ടാനുള്ള ഒരു ഗ്യാപ്പ് വേണം എന്ന് പറയുന്നത് പോലെ ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും നടക്കാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് മെസ്സേജ് ചെയ്യാൻ, സംസാരിക്കാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യമുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടെങ്കിലും ഇത് മാറിയിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് വരുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൽ നിന്ന് വിലക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം. അതുള്ളത് കൊണ്ടാണ് ആ ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതും ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും ഈ ഒരു കണക്ഷൻ്റെ പല പ്രത്യേകതകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനുണ്ടായിരുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതെല്ലാം അവരുടെ മനസ്സിനകത്ത് വരുന്നൊരവസ്ഥയാണ്. അവർ തിരിച്ചും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരുടെ മൈൻഡ് സ്റ്റക്കായി പോകുന്ന ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. ഒരു പക്ഷേ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു ടോക്സിക് ആയിട്ട് എന്തുകൊണ്ട് എൻ്റെ കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡിനനുസരിച്ച് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരാം. അത്രയധികം ഈ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞാണ് അവർ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ നോക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മളുടെ ഫാമിലി ആയിരിക്കാം,
അല്ലെങ്കിൽ വേറെ പല ഉത്തരവാദിത്തങ്ങളായിരിക്കും. അതൊക്കെ ചെയ്ത് തീർക്കണം. എന്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളുടെ പ്രായോഗിക ബുദ്ധി വെച്ച് നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ അതിനപ്പുറത്താണ് നമ്മളുടെ ഒരു ഇന്നർ വോയിസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹൃദയം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മളിലേക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അവർ മെയിനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാനാണ്. അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനാണ്. ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റും കൂടി തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അവിടെ നിന്നായിരിക്കാം ഈ ഒരു സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് മറ്റൊരു സൈഡ് കൊണ്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും സാധിച്ചാൽ മതിയായിരുന്നു. വേറെ വലിയ വലിയ ഇതിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആഗ്രഹത്തിനൊത്ത് സംസാരിക്കാനും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളില്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഒരു കപ്പിൾ എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ്ലി മുറിഞ്ഞു പോകുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലും അവിടെ ബാക്കി വെക്കുന്നത് എന്നുള്ള രീതിയിലും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ടേം ഗോളും ഉണ്ട്, ലോങ് ടേം ഗോളും ഉണ്ട്. രണ്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ലോങ് ടേം ഗോളിലേക്കാണ് ഈ ഒരു പേഴ്സൺ മൈൻഡ് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ഒരു ഹൈ എഫേർട്ട് ഈ പേഴ്സൺ എടുക്കേണ്ടതായിട്ട് വരും. ഹൈലി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാം. അതേസമയം അത്രയും ഒരു എഫേർട്ട് ഇല്ല, ചിലപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ് ആയിട്ട് കുറച്ചധികം നാളുകളായിട്ട് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇനി വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരാതെ വീണ്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ആരംഭിച്ചെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ആ ഒരു ഗോളും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം അതെന്തൊക്കെ വന്നു കഴിഞ്ഞാലും നഷ്ടപ്പെടുന്നില്ല, അത് കൂടുന്നേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ടതുപോലെ ആ ഒരു സാക്രിഫൈസ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിന് വേണ്ടിയിട്ടോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ ഒക്കെ അവർ എടുത്തൊരു തീരുമാനമാണ് ഈ ഒരു അകൽച്ച. അല്ലെങ്കിൽ കുറച്ചൊരു വിഷമത്തോടെ ആണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ഡീപ്പായിരുന്നു നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്നുള്ളത്. അല്ലെങ്കിൽ അവർ വിചാരിച്ചത്രയും ഈസി അല്ല നിങ്ങളെ പറിച്ചെറിയുക എന്നുള്ളൊരു സംഗതി. ഇപ്പോൾ നമ്മൾ പലപ്പോഴും തീരുമാനമൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ഓക്കെ എനിക്കിതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വിധിയൊക്കെ എഴുതിയാണ് ആദ്യം ഒരു തീരുമാനത്തിലേക്കെല്ലാം പോകുന്നത്. പക്ഷേ പതിയെ പതിയെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ റിയലൈസ് ആവുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നഷ്ടബോധം ഉണ്ടാകുന്നത്, റിഗ്രറ്റ് വരുന്നത്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിയുന്നത് ലാസ്റ്റ് അത് വെള്ളത്തിൽ വരച്ച വര പോലെയായി, അതും ഇതും ഇല്ലാത്തൊരവസ്ഥയായി എന്നൊക്കെയുള്ള അങ്ങനെ പല ചിന്തകളും, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളെടുത്ത തീരുമാനത്തിന് വരെ മാറ്റം വന്നു പോകുന്നത് നമ്മളുടെ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഒരു ജീവിതത്തിനോടൊപ്പം നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്തായിരുന്നു നമ്മളുടെ ഒരു തീരുമാനം എന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ, ഒരു ബോണ്ടിങ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ആ ഒരു ഫയറി നേച്ചറൊക്കെ നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാം. അതിനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കൊതിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് നല്ലതുപോലെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഒരു ഷോർട്ട് ടേം ഗോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു പേഴ്സൺ തന്നെ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും ഒരു വിഷമം, ഒറ്റപ്പെടൽ, ചെയ്തു പോയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലായ്മയൊക്കെ ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിനകത്ത് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സാക്രിഫൈസ് ചെയ്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് വേണ്ടിയില്ലായിരുന്നതായിരിക്കാം. ആ ഒരു ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ആ ഒരു ചിന്താക്കുഴപ്പം നല്ലതുപോലെ ഈ വ്യക്തിയെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. നമ്മളൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്കതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരിക്കുന്നിടത്ത് നിന്ന് നമുക്കത് നമ്മളുടെ കൺട്രോളിൽ പോലും വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ അത് ഹോണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിൽ നിന്ന് നമുക്ക് വിട്ടു പോരാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ചെയ്തത് മണ്ടത്തരമായി എന്നുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാക്കും. അത് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ പഴയ ചില പാറ്റേൺസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിലപ്പോൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം, അത് എൻഡപ്പ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ എൻഡപ്പ് ആവുക, അല്ലെങ്കിൽ ചില പാറ്റേൺസ് നമ്മൾ എൻഡപ്പ് ആക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പുതിയതൊരു ന്യൂ ബിഗിനിങ്ങിനാണ് അവിടെ നമ്മൾ കാണുന്ന ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ഫാസ്റ്റുമാണ്. ഒരു സ്ലോ പേസിലുള്ളൊരു സംഗതിയല്ല. ആ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. കൂടുതൽ വലിയൊരു ചിന്തകളിലേക്കോ കാര്യങ്ങളിലേക്കോ പോവാതെ വളരെ ഒരു ദൃഢമായിട്ട് ഒന്നും ഹൈഡ് ചെയ്യാതെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് വരാനുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. ആ ഒരു പഴയ പാറ്റേൺ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടതുപോലെ ഒരു ചിന്താക്കുഴപ്പവും
അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. ഇനി അതുമായിട്ട് പോവരുത്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ആ ഒരു സംഗതിയൊക്കെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അതെല്ലാം നമുക്ക് ഈ ഒരു ലാസ്റ്റ് പോർഷനിൽ വളരെയധികം ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് സഡനായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ടോട്ടലി നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഈ പേഴ്സണുണ്ട്. അവരുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ കണക്ഷൻ ഒന്നും കൂടി ഒരു ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരാനോ ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആകപ്പാടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ ഒന്ന് കാത്തിരുന്ന് ക്ഷമാപൂർവ്വം ഇമോഷൻസ് ആയാലും എല്ലാം മനസ്സിനകത്ത് വെച്ചുകൊണ്ടൊന്നും പെട്ടെന്ന് പ്രകടിപ്പിക്കാതെ സാവകാശം മതി അല്ലെങ്കിൽ ആലോചിച്ചിട്ട് മതി എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയോടൊപ്പം തന്നെ പെട്ടെന്ന് എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മതി എന്നുള്ള ആ ഒരു ചിന്തയും നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയക്കുഴപ്പം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുറമേ ഒരു അകൽച്ച കാണിച്ച് നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല മറ്റുള്ളവരുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിലും മനസ്സിനകത്ത് ഒരുപാട് പെയിൻ അല്ലെങ്കിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ മൈൻഡിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ഈഗോയോ കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വിഷമമൊന്നും ആരുടെ മുന്നിലും കാണിച്ചെന്ന് വരില്ല. ഞാൻ വളരെ ഓക്കെയാണ്, കൂളാണ് എന്നൊക്കെ കാണിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 5, നമ്പർ 6, നമ്പർ 13, നമ്പർ 15 ആൻഡ് നമ്പർ 18. അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, പൈസസ്, ടോറസ്, കാപ്രിക്കോൺ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ആൻഡ് ജെമിനൈ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ഇവരുടെ ഒരു മൈൻഡ് സെറ്റിനുള്ളൊരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കറേജും കൂടി ഇവിടെ ആവശ്യമാണ്. എങ്കിലാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് മുന്നോട്ട് പോരാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്കതൊരു ആഗ്രഹം മാത്രമായിട്ടിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ പ്രാവർത്തികമാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു മൈൻഡിനുള്ളൊരു സ്ട്രെങ്ത്തും ആ ഒരു ബോൾഡ്നെസ്സും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ഈ ഒരു സ്പ്രെഡിലുള്ള പേഴ്സൺ ആവശ്യമാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.